വെൽക്കം ബാക്ക് ടു അച്ചുമഹി. അപ്പം ഞാൻ 7 മണിക്കാണ് കൃത്യം എണ്ണീറ്റു. എന്താണെന്നില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമും ഡേയും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. എന്ന് പതിവായിട്ട് എണ്ണീറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അല്ലൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്കൂളിലും നമ്മുടെ വീട്ടുകളിലും ആഘോഷിക്കും. എൻ്റെ വീട്ടിലൊക്കെ ആഘോഷിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാഗ് കെട്ടും, മുകളിൽ പോയി കെട്ടും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. സ്കൂളിലാണ് മിഠായും കാര്യങ്ങളും ക്യാൻറ്റീൻസിൻ്റെ ഓഫീസും ഒക്കെ തരുന്നത്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഈ വർഷം പ്രോഗ്രാമുണ്ട്, ടീച്ചർ പിടിച്ചങ്ങ് ചേർത്ത്. അങ്ങനെ മിസ്സ് പിടിച്ച് ചേർക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ മീറ്റിങ്ങിലൊക്കെ പോയി ഡ്രസ്സും കാര്യങ്ങളെല്ലാം മേടിച്ചു. അങ്ങനെ ഞാനും ശ്രീനിധി, പ്രാർത്ഥന, ഇത്രയും പേരാണ് ഡാൻസും കളിക്കുന്നത്. ഡാൻസ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പാട്ടിനൊന്നും താല്പര്യമില്ല. ആനുവൽ ഡേ ആയും കാര്യങ്ങൾ വേറെ എനിക്ക് കൃത്യം പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. അല്ലെങ്കിൽ അമ്മ കടന്ന് വിളിക്കണം, എടി അച്ചു എണീരെന്നും പറഞ്ഞ് കടന്ന് വിളിക്കണം. ആരും വിളിച്ചില്ല. എന്നാലും ഇന്ന് വിളിച്ചേട്ടോ, ഒരൊട്ട വിളിച്ച്. അങ്ങനെ ഞാൻ എണ്ണീറ്റ് കുളിച്ച്. ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ്. ഇതൊന്നും നല്ല കോസ്റ്റ്യൂം, വേറെയാണ് കോസ്റ്റ്യൂം. അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ വീട്ടിലും പിന്നെ നമ്മുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരൊന്ന് കമൻറ്റ് അടിച്ചേക്ക് കേട്ടോ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഫ്ലാഗെല്ലാം മേടിച്ചിട്ടുള്ളവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി. പിന്നെ ഈ ഫ്ലാഗെല്ലാം ഞങ്ങൾക്ക് വലിയ ഫ്ലാഗുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വലിയ ഫ്ലാഗ്, കണ്ടോ? ഇതാണ് ഞങ്ങളുടെ വലിയ ഫ്ലാഗ്. ഇതാണ് ഞങ്ങളുടെ മേലേക്ക് എടുത്ത് തൂക്കുന്നത്. അങ്ങനെ അമ്മയൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ. അച്ചറക്കനെ ട്യൂഷന് വിട്ടിട്ടാണ് വരുന്നത്. ഒന്ന് മുടി അയച്ചിടുന്നു, അതുകൊണ്ട് ഈ ക്ലിപ്പൊക്കെ വെച്ചാണ് നമ്മൾ കുത്തുന്നത്. ഈ കളർ ക്ലിപ്പ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കോസ്റ്റ്യൂം വൈറ്റാണ്. വൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷോള് വ്യത്യാസം, ഫ്ലാഗിൻ്റെ കളറാണ്. എനിക്ക് ഗ്രീൻ കളറ്, പ്രാർത്ഥനയ്ക്ക് വൈറ്റ് കളറ്, പിന്നെ ശ്രീനിധിക്ക് ഓറഞ്ച് കളർ. അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഗ്രീൻ കളറാണല്ലോ, അപ്പം ഞാൻ ഗ്രീൻ കമ്മലിടാനായിട്ട് തീരുമാനിച്ചു. സ്റ്റഡ് കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ കളറാണ്, എന്നാലും കണ്ണി കാണാതൊരു കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇടാൻ കമ്മലും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കമ്മലും കാര്യങ്ങളും എല്ലാം ഊരിയിട്ടുണ്ട്. ഈ കമ്മൽ ഇട്ട് കൊടുക്കാം. ഇത് ഗെറ്റ് റെഡി വിത്ത് മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ 2 കതിൽ കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗിനെ കിടക്കത്തുള്ള മാല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മാല വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ മാല ഈ ഫൈനലായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു കാര്യമുണ്ട്, അത് ഞാൻ എടുക്കുന്നതേ ഉള്ളേ. ഇതാ ഈ കയ്യിലിടുന്ന ബാൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നല്ല ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ നമ്മൾ മേടിച്ചതാണ്, ഫ്രീ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വളയൊക്കെ ഒന്ന് ഊരണം. അങ്ങനെ ആ വളയൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. ഒരു കൈ മതി. അങ്ങനെ നമ്മൾ റിബണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ കെട്ടാം. ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കെട്ടാനാണ്, മുടി അഴിച്ചിടാനും. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഷാമ്പൂ ഒക്കെ ഇട്ടു. ഗൈസ് എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഓണത്തിന് ഞാൻ മുടി വെട്ടും ഗൈസ്, സ്റ്റെപ്പ് കട്ട്. പിന്നെ ഞാൻ ഈറ്റിംഗ് ചലഞ്ചായിട്ട് വരാമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരെ കോഴിക്കോടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോസ്റ്റ്യൂം ഇടാം. ഗൈസ് പിന്നെ ഒരു ന്യൂസ് ഉണ്ട്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതുവരെ കോസ്റ്റ്യൂം ഇടത്തില്ലെന്നായിരിക്കും. ഞാൻ കോസ്റ്റ്യൂം ഇടാം ഗൈസ്. കുറച്ച് ഫുഡ് കഴിച്ചിട്ട്, എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കോസ്റ്റ്യൂം ഇടത്തോളം, അല്ലെങ്കിൽ അഴുക്കായാലോ. അപ്പം അമ്മ വന്നിട്ട് അറിഞ്ഞ് നീ കോസ്റ്റ്യൂം ഇട്ടാൽ ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.